ഗ്രീൻലാൻഡ് കരസ്ഥമാക്കുന്നതിനായി സൈനിക നടപടി ഉൾപ്പെടെയുള്ള നിരവധി സാധ്യതകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച ചെയ്യുന്നതായി വൈറ്റ് ഹൌസ്. നാറ്റോ സഖ്യരാജ്യമായ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള സ്വയംഭരണ പ്രദേശവും ലോകത്തെ ഏറ്റവും വലിയ ദ്വീപുമാണ് ഗ്രീൻലാൻഡ്. ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയാണ് ഇതിനെ US സ്വന്തമാക്കാൻ ഒരുങ്ങുന്നതെന്ന് വൈറ്റ് ഹൌസിന്റെ വാദം. ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ മുൻഗണനയാണെന്നും ആർട്ടിക് മേഖലയിലെ എതിരാളികളെ ചെറുക്കാൻ ഇത് നിർണായകമാണെന്നും വ്യക്തമാക്കാൻ പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നുവെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പ്രസ്താവനയിൽ പറഞ്ഞത്. പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ടീമും ഈ ലക്ഷ്യം നേടുന്നതിനായി വിവിധ സാധ്യതകൾ ചർച്ച ചെയ്യുകയാണെന്നും US സൈന്യത്തെ ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും കമാൻഡർ ഇൻ ചീഫിന്റെ പക്കലുള്ള ഒരു ഓപ്ഷനാണെന്നും വൈറ്റ് ഹൌസ് കൂട്ടിച്ചേർത്തു. ട്രംപ് ഭരണകൂടം ഗ്രീൻലാൻഡ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ US നിയമനിർമ്മാതാക്കളോട് ഈ ആഴ്ച പറഞ്ഞതിനു പിന്നാലെയാണ് വൈറ്റ് ഹൌസ് ഇത് സംബന്ധിച്ച് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ട്രംപിന്റെ ഭീഷണികൾക്ക് പിന്നാലെ USന്റെ ഏത് ആക്രമണവും നാറ്റോയുടെ അന്ത്യത്തിലേക്ക് നയിക്കുമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ചൊവ്വാഴ്ച 6 യൂറോപ്യൻ സഖ്യകക്ഷികൾ ഡെൻമാർക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഗ്രീൻലാൻഡ് അവിടുത്തെ ജനങ്ങളുടേതാണ്. ഡെൻമാർക്കിനും ഗ്രീൻലാൻഡിനും മാത്രമേ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയൂവെന്ന് UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ആർട്ടിക് സുരക്ഷയിൽ അമേരിക്കയെ പോലെ തങ്ങൾക്കും താൽപര്യമുണ്ടെന്ന് വ്യക്തമാക്കിയ യൂറോപ്യൻ രാജ്യങ്ങൾ അത് നാറ്റോ സഖ്യകക്ഷികൾ കൂട്ടായി കൈവരിക്കേണ്ട ഒന്നാണെന്നും പ്രസ്താവനയിൽ അറിയിച്ചു. പരമാധികാരം, പ്രാദേശിക സമഗ്രത, അതിർത്തികൾ ലംഘിക്കാതിരിക്കുക എന്നിവയുൾപ്പെടെ UN ചാർട്ടറിന്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.